റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 50മല്ല 100മല്ല 500% നികുതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അതിനായി തന്നെ പ്രത്യേകം ബില്ലിന് അല്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കാനുള്ള പച്ചക്കൊടിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണയും യുറേനിയവും വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാൻ അതിനെ ലക്ഷ്യമിട്ടുള്ള സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബില്ലാണിപ്പോൾ ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴുകൻ കണ്ണുകളുമായി തന്നെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെയാണ്. ആയതിനാൽ തന്നെ ട്രംപിന്റെ ലക്ഷ്യം ഇന്ത്യയെ കൂടുതലായി തന്നെ ദ്രോഹിക്കുക എന്നത് തന്നെയാണെന്നാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. മാത്രമല്ല ട്രംപിന്റെ തലയ്ക്ക് കിറുക്കു പിടിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പരിഹസിക്കുന്നതും. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തടയുന്ന അല്ലെങ്കിൽ ഇത്തരം അത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടിയുമായി തന്നെ രംഗത്ത് വരികയാണ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധസന്നാഹങ്ങൾക്ക് പണം നൽകുന്ന രാജ്യങ്ങളെ കൂടുതലായി ശിക്ഷിക്കുന്നു എന്ന പേരിലാണ് ഈ ഒരു ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള ഇറക്കുമതി അത് നികുതികളിൽ വൻ വർധനവാണ് ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച പുതിയ ഉപരോധ ബിൽ പ്രകാരം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള തീരുവ അത് 500% വരെ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് നീക്കം നടത്തുന്നത്. അടുത്ത ആഴ്ച തന്നെ ഈ ബില്ല് വോട്ടിംഗ് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണയ്ക്ക് പുറമെ തന്നെ റഷ്യയിൽ നിന്നുകൊണ്ട് യുറേനിയം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഈ തീരുവ ബാധകമാകും. കുറഞ്ഞ നിരക്കിൽ തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ US ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്നുകൊണ്ട് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ്. ഈ ബന്ധം ഇതിനോടകം തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആകട്ടെ 25% പരസ്പര ടാരിഫും റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി തന്നെ 25% അധിക നികുതിയും ചുമത്തിയിരുന്നു. ഇതോടുകൂടി തന്നെ ചില ഉൽപ്പന്നങ്ങളുടെ ആകെ നികുതി 50%ആയി ഉയരുകയും ചെയ്തു. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ചൈനയും കടുത്ത നടപടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഇതിനോടകം തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏകദേശം 145%-ലധികം നികുതി ചുമത്തി കഴിഞ്ഞു. ഇതിന് മറുപടിയായി തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 125% നികുതിയാണ് ചൈന ചുമത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് പറയുമ്പോഴും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ മോദിക്ക് തന്റെ അതൃപ്തി അറിയാമെന്നാണ് ഇപ്പോൾ ട്രംപ് അടുത്തിടെ തന്നെ ഒരു അവകാശവാദം നടത്തിയിരുന്നത്. മാത്രമല്ല എന്നെ സന്തോഷിപ്പിക്കുക എന്നത് അവർക്ക് വളരെ പ്രധാനമായിരുന്നുവെന്നും ട്രംപ് ഒരു പ്രതികരണമായി തന്നെ നൽകിയിരുന്നു. അരി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നേരത്തെ തന്നെ ട്രംപ് നികുതി ഭീഷണി ഉയർത്തുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ കർഷകരെയും അതുപോലെ തന്നെ ക്ഷീരമേഖലയെയും ബാധിക്കുന്ന വിധത്തിൽ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് നൽകണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഇപ്പോൾ തുടരുകയും എന്നാൽ രാജ്യ താല്പര്യം പ്രധാനമാണ് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു തീരുമാനത്തിൽ ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.